നിയമസഭാ തെരഞ്ഞെടുപ്പിന് കഷ്ടിച്ചിന് 4 മാസം മാത്രം ബാക്കി നിൽക്കവേ UDF-ൽ ഓപ്പറേഷൻ കേരള കോൺഗ്രസ് മാണിക്ക് തുടക്കമിടുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തിന് പിന്നാലെയാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ജോസ് കെ മാണിയെ UDF ക്യാമ്പിൽ എത്തിക്കാനുള്ള ഓട്ടം തുടങ്ങിയിരിക്കുന്നത്. നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ ജോസ് കെ മാണിയെയും കൂട്ടരെയും UDF-ൽ എത്തിക്കാനുള്ള നീക്കങ്ങൾ നടന്നിരുന്നു. എന്നാൽ ഇതിനോട് അനുകൂലമായിട്ട് നിലപാട് കേരള കോൺഗ്രസ് എം അന്ന് സ്വീകരിച്ചില്ല. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ UDF-ന് മേൽക്കൈ ലഭിച്ചതോടെയാണ് ഈ നീക്കം വീണ്ടും പുനരാരംഭിച്ചത്. ഈ പശ്ചാത്തലത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെ കൂടി കൊണ്ടുവന്ന നിയമസഭയിൽ കരുത്തു തെളിയിക്കാനാണ് UDF-ന്റെ ആലോചന. തെരഞ്ഞെടുപ്പിൽ LDF-ന് തിരിച്ചടി നേരിട്ടുവെങ്കിലും കേരള കോൺഗ്രസ് എമ്മിന് കാര്യമായ നഷ്ടമുണ്ടായിട്ടില്ല എന്നാണ് പാർട്ടി വിലയിരുത്തൽ. അതുകൊണ്ട് LDF-ൽ കൂടുതൽ സീറ്റ് നേടിയെടുക്കാമെന്നും ഇല്ലാത്ത പക്ഷം UDF-നൊപ്പം നിൽക്കാമെന്നുമാണ് ജോസിന്റെ നിലപാട്. കനത്ത പ്രഹരമേറ്റ ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഘടകകക്ഷികളിലൊന്ന് ഈ ഘട്ടത്തിൽ വിട്ടുമാറുക എന്നത് ചെറുതല്ലാത്ത ആഘാതം സൃഷ്ടിക്കും. ഭരണവിരുദ്ധ വികാരത്തിന്റെ അനുകൂല സാധ്യതകൾക്ക് നടുവിൽ എതിരാളികളെ രാഷ്ട്രീയമായി കൂടുതൽ ദുർബലമാക്കാൻ കൂടിയാണ് UDF നീക്കങ്ങൾ നടത്തുന്നത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി, പ്രതിപക്ഷ നേതാവായ VD സതീശൻ എന്നിവർ വിഷയത്തിൽ തുറന്ന സമീപനം സ്വീകരിച്ചപ്പോൾ PJ ജോസഫ് മാത്രമാണ് മറുത്തൊരു നിലപാട് കൈക്കൊണ്ടത്. മാണി കോൺഗ്രസ് ഇല്ലാതെ മത്സരിച്ചിട്ടും ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ മികച്ച മുന്നേറ്റം നടത്തുവാൻ UDF-ന് സാധിച്ചു എന്നതാണ് ജോസഫിന്റെ പിടിവള്ളി. അതേസമയം മാണി കോൺഗ്രസിൽ കൂടിയെത്തിയാൽ മധ്യ കേരളത്തിൽ അത് കൃത്യമായ രാഷ്ട്രീയ സന്ദേശമാകുമെന്നാണ് UDF വിലയിരുത്തൽ. മാത്രമല്ല മധ്യ കേരളം കൂടുതൽ ഭദ്രമാകുമെന്നും UDF പ്രതീക്ഷിക്കുന്നുണ്ട്. LDF-ൽ അർഹമായ പരിഗണന ലഭിക്കുന്നില്ല എന്ന പരാതി മാണി കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. പഴയ തട്ടകമായ UDF-ലേക്ക് മടങ്ങുന്നത് രാഷ്ട്രീയമായിട്ട് ഗുണം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം പ്രവർത്തകരും പാർട്ടിയിലുണ്ട്. നിലവിൽ ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പുറമെ പറയുമ്പോഴും UDF നേതാക്കളുമായുള്ള അനൗദ്യോഗിക ചർച്ചകൾക്ക് സന്നദ്ധമാണെന്ന സൂചനകളും പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. നിയമസഭാ സീറ്റുകളുടെ കാര്യത്തിൽ കോൺഗ്രസ് നൽകുന്ന ഉറപ്പായിരിക്കും ജോസ് കെ മാണിയുടെ തീരുമാനത്തെ സ്വാധീനിക്കുക എന്നും കാണാൻ സാധിക്കും. മനുഷ്യമൃഗ സംഘർഷങ്ങളടക്കം ജനകീയ വിഷയങ്ങൾ പ്രചാരണ ആയുധമാക്കാനാണ് മലയോര കർഷകർ ഏറെയുള്ള നിലമ്പൂർ അടക്കമുള്ള മേഖലയിൽ കോൺഗ്രസ് പിടിമുറുക്കുന്നത്. ഗുരുതരമായ ഈ പ്രശ്നം അവഗണിച്ച് മുന്നോട്ട് പോകാൻ കേരള കോൺഗ്രസിന് സാധിക്കില്ല എന്നതാണ് സത്യം. അതിനിടയിൽ LDF വിടേണ്ട സാഹചര്യമില്ല എന്ന് ജോസ് കെ മാണി പാർട്ടി നേതാക്കളോട് പറഞ്ഞിരുന്നു. UDF-നെ അപമാനിച്ച് ഇറക്കി വിട്ടതാണെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് ജോസ് കെ മാണി. നിലവിലെ ചർച്ചകളിൽ കഴമ്പില്ല എന്നും അണികളെയും ബോധ്യപ്പെടുത്തുവാനും ജോസ് ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. LDF വിടേണ്ട സാഹചര്യം ഇല്ല എന്ന് ജോസ് കെ മാണി പാർട്ടി നേതാക്കളെ വിവരം അറിയിച്ചു. UDF അപമാനിച്ച് ഇറക്കി വിട്ടതാണെന്ന് ഓർമ്മിച്ചായിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം. അതേസമയം രാഹുൽ ഗാന്ധി നേരിട്ട് വിഷയത്തിൽ ഇടപെട്ടാൽ ജോസ് കെ മാണി നിലപാട് മാറ്റിയേക്കും എന്നും പറയുന്നുണ്ട്. മുന്നണി വിടാൻ ആയിരുന്നുവെങ്കിൽ നേരത്തെ ആകാമായിരുന്നുവെന്നും തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടായാൽ മുന്നണി വിടുന്ന രീതിയിൽ നിലവിലില്ല എന്നും സ്റ്റീഫൻ ജോർജും പറഞ്ഞിരുന്നു. അതേസമയം അടുത്ത ദിവസം ഡൽഹിയിൽ വീണ്ടും എത്തുന്ന കേരള കോൺഗ്രസിലെ നേതാക്കൾ കേരള കോൺഗ്രസിന്റെ വിഷയം രാഹുൽ ഗാന്ധിയുമായിട്ട് ചർച്ച ചെയ്യും എന്നാണ് ലഭിക്കുന്ന വിവരം.